ഫ്രണ്ട്സ്, നമ്മുടെ ന്യൂ ഇയർ വരവേൽക്കാനായുള്ള നമ്മുടെ കൊച്ചിയിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചി അത് മെയിനായിട്ട് ന്യൂ ഇയർ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഫോർട്ട് കൊച്ചിയാണ് അവിടെ നമ്മൾ മെയിനായിട്ട് ഓർമ്മ വരിക. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് വലിയ ഒരുക്കങ്ങളില്ലെങ്കിലും ഈ പ്രാവശ്യം കുറേ ഒരുക്കങ്ങളും കാർണിവൽ പോലെയുള്ള ചെറിയ ഇതൊക്കെ അവിടെ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ആ കാഴ്ചകളാണ് ഞാൻ ഇന്ന് പോകുമ്പോൾ ഒപ്പം നിങ്ങളെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും പോയവരുണ്ടാവും, പോകാത്തവരുണ്ടാവും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ പോകുന്നത് ഞാനും എൻ്റെ മക്കളും പിന്നെ എൻ്റെ കസിൻസായ നിനുവും അനുവിൻ്റെ മോൻ ലിയോണും കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം നമ്മുടെ കർഫ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള തലേ ദിവസമാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത്രയും റഷ്. അതിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. ചെന്നപ്പോൾ ഒരുപാട് റൈഡ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല നല്ല റൈഡ്സ് ഉണ്ടായിരുന്നു. കുറേ എന്താ പറയുക, ചാറ്റ് അങ്ങനെയുള്ള കഴിക്കാനുള്ള സംഭവങ്ങൾ, ബജിക്കട, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റഷുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൈഡ്സിൽ കയറാൻ നോക്കിയപ്പോൾ എല്ലാ റൈഡ്സിനും അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ മരണക്കിണർ എന്നുള്ള സംഭവം, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പറയണേന്ന് തോന്നുന്നു, ഞാനൊക്കെ കേട്ടേക്കണ അങ്ങനെയാണ്. അപ്പോൾ അത് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കയറിയിട്ടുണ്ടോ ചെറുതിലൊന്നും കയറിയൊരു ഓർമ്മ, എപ്പോഴോ കയറിയൊരു ഓർമ്മ. പിന്നെ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടേക്കണ കാഴ്ചകളാണ് ഈ മരണക്കിണറിൽ ആ വണ്ടിയൊക്കെ ഓടുന്നത്. അപ്പോൾ അത് ലൈവായിട്ട് കാണാനുള്ള ഒരു ഇത്, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ആ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കാം, അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഒരു തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് 70 രൂപയുണ്ട്. തീരെ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. എനിക്ക് തോന്നുന്നു ഒരു 8 വയസ്സ് വരെ 5 വയസ്സ് വരെ സൈസ് കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ട. അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരാൾക്ക് 70 രൂപ വെച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് 2 നിലയായിട്ടാട്ടോ അവിടെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി. അവിടെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അധികം റഷ് തോന്നിയില്ല. ചെന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും മേളിലത്തെ നിലയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഈ കാഴ്ചകൾ കാണുന്നത്. നിങ്ങൾക്കും ആ കാഴ്ചകളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ആ ബൈക്ക് ഓടിക്കുന്ന ആളുകൾ നിൽക്കുന്നിടത്തേക്ക് അടുത്തെത്തി അവർ കൈ നീട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നീട്ടുമ്പോൾ അവരത് വന്ന് വാങ്ങണതാണ് കേട്ടോ കാണുന്നത്. കർഫ്യൂ സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് തന്നെ ഞങ്ങളിത് വന്നത്. അപ്പോൾ ഇപ്പോഴും അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ 10 മണി കഴിഞ്ഞ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അതിന് മുമ്പായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകാനുള്ളവർക്കൊക്കെ പോകാം, സേഫായിട്ട് പോയിട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ നല്ല ഇതായിട്ട് സേഫായിട്ട് തന്നെ പോയി വന്നു. പിന്നെ നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് രാത്രി ഞങ്ങൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയി. അപ്പോൾ അത് ആ സൗണ്ടിൽ നിങ്ങൾക്ക് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവും, സൗണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിരിക്കുകയാണ്, അടഞ്ഞിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിരുന്നു. കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ മരണക്കിണർ അവർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവർ ഇതുവരെ കാണാത്തൊരു കാഴ്ചയായിരുന്നു. നേരിട്ട് സിനിമയിൽ കണ്ടതല്ലാതെ നേരിട്ടവർ കണ്ടിട്ടില്ല. അപ്പോൾ അത് കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. കാരണം നമുക്ക് പേടിയും തോന്നും, ഒപ്പം തന്നെ ഇഷ്ടത്തിനൊപ്പം തന്നെ പേടിയും തോന്നുന്ന കാഴ്ചകളായിരുന്നു. പക്ഷെ എന്നാലതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. ഇപ്പോൾ 2 വീലേഴ്സ് കൂടാതെ കാറും കൂടെയാണ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കാല് വിറക്കും, പേടിയാവും എന്താ സംഭവിക്കണമെന്നാണ്. അവർ കാണിക്കുന്ന ഓടിക്കുന്നതിനൊപ്പം അവർ
ടൂ വീലേഴ്സിൽ കിടന്ന് കാണിക്കുന്ന സംഭവങ്ങളും അവരതിൽ കിടന്ന് കാണിക്കുന്നതും, പിന്നെ കാറാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന് പുറത്തോട്ടൊക്കെ അവർ നിൽക്കുന്നതും, അത് ഭയങ്കര ഇതാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ശരിക്കും തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഇത് എന്നെ തീരണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നോക്കിയിട്ട് നിങ്ങൾ എത്രയും വേഗം കാണാത്തവരുണ്ടെങ്കിൽ പോയി ഇതൊക്കെ ഒന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളായിരിക്കും. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വെള്ളക്കടലയുടെ ചാറ്റില് അതൊരെണ്ണം വാങ്ങാൻ നോർത്ത്. ജസ്റ്റ് രണ്ടെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ നോർത്ത് എങ്ങനെയുണ്ടെന്ന്. പക്ഷെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. സംഭവം ടേസ്റ്റും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. 40 രൂപയുള്ളൂ അതിൻ്റെ ഒരെണ്ണത്തിന് റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ നല്ല സംഭവമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ ഓൾറെഡി സമയമായി. മരണക്കിണറിൻ്റെ ആ കാഴ്ചകൾ അത് കുറേ നേരം കണ്ടിരുന്നേച്ചു. അപ്പോൾ അങ്ങനെ തന്നെ സമയം കുറേ പോയി. വേറെ റൈഡ്സിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിള്ളേർ കയറണമെന്ന് പറഞ്ഞു, പക്ഷെ കുറേ ക്യൂ ആയിരുന്നു നിൽക്കണം നമ്മൾ. അപ്പോൾ അത്രയും സമയം പോകും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി.
അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഫോട്ടോ ഒക്കെ എടുക്കാൻ എവിടെയൊക്കെ സ്പോട്ട് കിട്ടും അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ എല്ലാവരും മാറി മാറി ഒന്ന് ഫോട്ടോ എടുക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് ഓർത്തു. അപ്പോൾ പോണ വഴിക്കൊക്കെ ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ഫുൾ റോഡ് ഫുൾ സ്റ്റാർസ് അങ്ങനെയൊന്നും ഈ പ്രാവശ്യം ഇല്ല. കുറച്ച് ഭാഗങ്ങളും ചില വീടുകളിലൊക്കെ ഉള്ള ഡെക്കറേഷനുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തോപ്പുംപടിയിൽ വന്നിരിക്കുകയാണ്. അവിടെ ദ സോട്ട് റെസ്റ്റോറൻറ്റ് എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും അവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ആണെന്നും നല്ല ഫുഡാണെന്നും അവിടുത്തെ ആംബിയൻസ് നല്ലതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ പോകാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോകണം. കാരണം നമുക്ക് ഫുഡിനേക്കാൾ ഉപരി ആ കായലിൻ്റെ അരികത്തുള്ള ആ റെസ്റ്റോറൻറ്റ് അവിടെ ഇരിക്കുക, ആ ഒരു മൂഡ്, ആ ഒരു എന്താ പറയുക ആംബിയൻസിൽ ഇരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഫീലാണ്. ചെന്നപ്പോൾ ഫുള്ളായിരുന്നു കേട്ടോ, എല്ലാ സീറ്റും ഫുള്ളായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മേളിൽ നമുക്ക് കായലിൻ്റെ ആ സൈഡ് കാണുന്ന രീതിയിലുള്ള ഒരു സീറ്റും കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ആംബിയൻസ് പറയാനില്ല, സൂപ്പറാണ് ഫ്രണ്ട്സ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു 3 ഐറ്റമാണ്. അപ്പോൾ അതാണ് ഞങ്ങളിത് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് എപ്പോഴും സെയിം തന്നെ കഴിക്കാതെ ഒന്ന് മാറ്റി വേറെ രീതിയിൽ കഴിക്കാത്ത ഐറ്റംസ് ടെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വരുമ്പോൾ എന്താ ഫുഡ് ഓർഡർ ചെയ്തതെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫുഡ് വരുന്ന ഗ്യാപ്പിൽ ഞങ്ങളൊരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിക്കഴിഞ്ഞു. ഈ ഫസ്റ്റ് ഡിഷാണ് കാഫ് എന്നാണ് ഇതിൻ്റെ പേര്. സെക്കൻഡ് ഡിഷ് നമ്മൾ ഓർഡർ ചെയ്തത് പിനാക്കോ എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. പിന്നെ വരുന്നത് ഫിഷ് മന്തി. അപ്പോൾ ഈ 3ആണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയായി, വയറൊക്കെ നിറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയുള്ള സൗകര്യമുണ്ട്. നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ മാറി മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.